بسم الله الرحمن الرحيم Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa suhabihi al-faizin biridallah wa man ahsanu qawlan mimman da'a ila Allah wa amila salihan wa qala innani minal muslimin. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചനാഥനായ ഏകനായ സ്രഷ്ടാവ് അല്ലാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. മുതിർന്ന തലമുറകളും ഇളം തലമുറകളും ഒരുപോലെ തന്നെ തങ്ങൾ നേടിയ ബിരുദങ്ങളും ആർജിച്ച അറിവുകളുമെല്ലാം സ്വാർത്ഥമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തത്തെയും സമൂഹങ്ങളെയും സർവനാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇരുളടഞ്ഞ നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അറിവ് വെളിച്ചത്തിലേക്ക്, മോക്ഷത്തിലേക്കെന്ന വിഷയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്, പ്രസക്തിയുമുണ്ട്. 3-4 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവം ഞാൻ വിവരിക്കട്ടെ. കാരണം ഈ സദസ്സിലിരിക്കുന്ന ഒരു വ്യക്തിയുടെയും കുടുംബത്തിൽ ആ ദുരന്തം സംഭവിക്കരുത് എന്ന ആഗ്രഹത്തോടു കൂടി പറയുന്നതാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന മാതാപിതാക്കളുടെ 16 വയസ്സുള്ള മകൾ, ഏക മകൾ, ഒരു ദിവസം കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയി. വളരെ വേദനയോടുകൂടി തന്നെ മാതാപിതാക്കൾ കേരള ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി. കോടതി നിർദ്ദേശപ്രകാരം ആ പെൺകുട്ടിയെ ന്യായാധിപരുടെ മുൻപിൽ ഹാജരാക്കി. കാമുകനോടൊപ്പം പോകണമെന്ന ആ പെൺകുട്ടി വാശി പിടിച്ചെങ്കിലും പ്രായപൂർത്തിയാകാത്തതിനാൽ മാതാപിതാക്കളോടൊപ്പം പോകാനാണ് കോടതി വിധിച്ചത്. വീട്ടിലെത്തിയിട്ടും കാമുകനോടൊപ്പം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ പെൺകുട്ടി വാശി പിടിക്കാൻ തുടങ്ങി. മാതാപിതാക്കൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ എന്ന നിലയിൽ ആ കുട്ടിയെ ഒന്ന് ഉപദേശിക്കാൻ അവർ എന്നോട് അപേക്ഷിച്ചു. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഈ നിൽക്കുന്ന നിൻ്റെ അമ്മ നിന്നെ ഗർഭം ധരിച്ച നാളുകളെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കുക. പല ദിവസങ്ങളും ഭക്ഷണം കഴിക്കാൻ അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. നീ ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാകും. നിൻ്റെ കാലുകൾ കൊണ്ട് ഈ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ നീ ചവിട്ടിയപ്പോഴും കൈകൾ കൊണ്ട് തള്ളിയപ്പോഴും ഒരുപാട് വേദനയുണ്ടായി കാണും. നടുവേദനയും ശരീരവേദനയും കൊണ്ട് ഒരുപാട് ദിനങ്ങൾ ഉറങ്ങാതെ നിൻ്റെ അമ്മ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എങ്കിലും ഈ നൊമ്പരങ്ങളും വേദനകളുമെല്ലാം നീ വരുമല്ലോ എന്ന പ്രതീക്ഷയിൽ ഒരു അനുഭൂതിയായിട്ടായിരിക്കും നിൻ്റെ അമ്മക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് നൊന്ത് നിന്നെ പ്രസവിച്ചു. പ്രസവിച്ച ശേഷവും നിൻ്റെ അടുത്ത് നിൻ്റെ അമ്മ കിടക്കുമ്പോൾ ഒന്ന് ഉറങ്ങിത്തിരിഞ്ഞാൽ ആ കുഞ്ഞ് മുഖത്ത് തൻ്റെ ശരീരം അമരുമോ എന്ന് ഭയന്നുകൊണ്ട് ഉറങ്ങാതെ എത്ര ദിനം നിൻ്റെ അമ്മ ഇരുന്ന് കാണും. നിന്നെ രോഗം ബാധിച്ച ദിനങ്ങളിൽ ഒരുപോലെ കണ്ണടക്കാതെ നിന്നെ പരിചരിച്ചിട്ടില്ലേ? അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെ ലാളനയോടെ നിന്നെ വളർത്തിക്കൊണ്ടുവന്ന നിൻ്റെ അമ്മയോട് ഇത് ഈ രീതിയിലാണോ പെരുമാറേണ്ടത്? യാതൊരു കൂസലുമില്ലാതെ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ സാറേ, എനിക്കതിലൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഭാവിയിൽ നീയും പ്രസവിക്കും, ഒരുപാട് പ്രതീക്ഷകളോടുകൂടി നീ ആ കുഞ്ഞിനെ വളർത്തും. എന്നിട്ട് നീ ഇന്ന് നിൻ്റെ അമ്മയോട് ചെയ്തതുപോലെ നാളെ നിൻ്റെ പൊന്നാര മകൾ നിന്നോട് ചെയ്താൽ എന്തായിരിക്കും നിൻ്റെ ചിന്ത? എൻ്റെ സാറേ, ആ വേദന ഞാൻ അപ്പോൾ സഹിച്ചു കൊള്ളാം. ഉഗ്ര വിഷമുള്ള പാമ്പിൻ്റെ കടിയേൽക്കുന്നതിനേക്കാൾ വേദനാജനകമായി മറ്റൊന്നുമില്ല സന്താനങ്ങളുടെ നന്ദികേടും ക്രൂരതയുമല്ലാതെ. ഇതുപോലെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ കാണുന്നവരാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ അഭിഭാഷകർ. ജന്മം നൽകിയ മാതാപിതാക്കളെയും പിറന്നു വീണ ആ കുടുംബത്തെയും
പിന്തുടരുന്ന മതവിശ്വാസത്തെയും പുല്ലുപോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ട കാമുകനോടൊപ്പം, അതും 16 വയസ്സുള്ള കാമുകനോടൊപ്പം ഇറങ്ങിത്തിരിക്കുന്ന പെൺകുട്ടികൾ. എന്നിട്ട് മാതാപിതാക്കളോടൊപ്പം അയക്കുമോ എന്ന് ഭയന്നുകൊണ്ട് യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ എഴുതുകയാണ്, മാതാപിതാക്കളോടൊപ്പം എന്നെ അയച്ചാൽ അവരെന്നെ വധിച്ചു കളയുമെന്ന്, എൻ്റെ ജീവൻ സുരക്ഷിതമല്ല എന്ന്. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു പക്ഷേ മരുന്ന് വാങ്ങുവാനുള്ള പണം പോലും മാറ്റിവെച്ച പെൺകുട്ടിയുടെ പിക്നിക്കിന് വേണ്ടി പണം ചെലവഴിച്ച് കാണും. ഫീസ് അടക്കാൻ പണം ചെലവഴിച്ച മാതാപിതാക്കൾക്കെതിരായിട്ടാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ പറയുന്നത്. ഒടുവിൽ ആരോടൊപ്പമാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ഇന്നലെ കണ്ട കാമുകനോടൊപ്പം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി മുറിയിൽ നിന്നും കാമുകൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് കാണാതെ, ഏങ്ങലുകൾ ശ്രദ്ധിക്കാതെ, ഹൃദയമിടിപ്പുകൾ ഗൗനിക്കാതെ, നന്ദികേടിൻ്റെയും ക്രൂരതയുടെയും പ്രതീകങ്ങളായി നടന്നു പോകുന്ന എത്രയോ പെൺകുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ. അനന്തര സ്വത്തിന് വേണ്ടി മാതാപിതാക്കളെ തെരുവിലേക്ക് ഇറക്കിവിടുന്ന ആൺമക്കൾ, സന്താനങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട് പുറം ലോകം പോലും അറിയാതെ കുടിലിനുള്ളിൽ ഉറുമ്പരിച്ച് കിടന്ന വൃദ്ധയായ മാതാവിനെക്കുറിച്ചുള്ള വാർത്തയാണ് ഒരു ദിനമെങ്കിൽ, ലഹരി മരുന്നുകൾ വാങ്ങുവാൻ പണം നൽകാത്തതിന് സ്വന്തം മാതാവിൻ്റെ തലക്കെട്ടിച്ച് വധിച്ച മകനെക്കുറിച്ചുള്ള വാർത്തയാണ് മറ്റൊരു ദിനം. നട്ടുച്ച നേരത്ത് നിങ്ങളെല്ലാം വായിച്ചു കാണും, തിയേറ്ററിൻ്റെ പുറത്ത് പാർക്കിംഗ് ഏരിയയിൽ വൃദ്ധയായ മാതാവിനെ ഇരുത്തിക്കൊണ്ട് ഒരു വായു കിടക്കാനുള്ള ചെറിയൊരു വിടവ് മാത്രം വിട്ട് ഗ്ലാസുകൾ ഉയർത്തി സിനിമാ തിയേറ്ററിൽ മാറ്റ്നി കാണാൻ മകനും ഭാര്യയും സന്താനങ്ങളും കൂടി കയറുന്നു. എന്നിട്ട് AC തിയേറ്ററിൻ്റെ ഉള്ളിൽ ശീതള പാനീയങ്ങൾ കുടിച്ച് സ്നാക്സും ചവച്ചും സിനിമ കണ്ട് ആസ്വദിച്ചും പൊട്ടിച്ചിരിച്ചും ആ കുടുംബം ഇരിക്കുമ്പോൾ പുറത്ത് പൊരിവെയിലത്ത് ഒരിറ്റ് ജലം ലഭിക്കാതെ അവശയായി കിടക്കുന്ന ആ വൃദ്ധയെ കണ്ട് തിയേറ്റർ തൊഴിലാളികൾ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ വെള്ളം കൊടുക്കുവാനുള്ള വിടവ് പോലും ഇടാതെ ഗ്ലാസുകൾ ഉയർത്തിയിരിക്കുന്നു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ഭക്ഷണത്തിൻ്റെ വറ്റ് മേശപ്പുറത്ത് വീണതിനാൽ ഇനി മുതൽ വൃദ്ധനായ പിതാവിനെ ഭക്ഷണമേശക്കടുത്തു നിന്നും മാറ്റി മുറിയുടെ ഒരു മൂലയിൽ നിലത്തിരുത്തി, അതും മരപാത്രത്തിൽ വേണം ഭക്ഷണം നൽകാനെന്ന് മകൻ ഭാര്യയോട് കൽപ്പിക്കുന്നു. വീട്ടിലുള്ളവരും അതിഥികളുമെല്ലാം ഭക്ഷണമേശയ്ക്ക് ചുറ്റുമിരുന്ന് പൊട്ടിച്ചിരിച്ചും തമാശകൾ പറഞ്ഞും ആസ്വദിച്ചും ഭക്ഷണം കഴിക്കുമ്പോൾ മുറിയുടെ ഒരു മൂലയിൽ കുനിഞ്ഞിരുന്ന് ഏങ്ങലുകൾ ഒതുക്കി കണ്ണുനീർ തുടച്ച് ഭക്ഷണം കഴിക്കുന്ന മുത്തച്ഛനെ മാത്രം ആ വീട്ടിലെ കൊച്ചുകുട്ടി അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ആ കുട്ടിയും മരം കൊണ്ടുള്ള എന്തോ ഉണ്ടാക്കുന്നത് കണ്ട് ജിജ്ഞാസയോടെ പിതാവ് ചോദിച്ചു, മോനെ നീ ഇതെന്താണ് ഉണ്ടാക്കുന്നത്? അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ആ കുട്ടി പറഞ്ഞു, മുത്തച്ഛനെ പോലെ അപ്പച്ചനും വയസ്സനാകുമ്പോൾ ഭക്ഷണം നൽകാനുള്ള മരപ്പാത്രമാണ് ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ ഇളം തലമുറകൾ ഇങ്ങനെ പെരുമാറുന്നതിനുള്ള കാരണം ആര്? നാം സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള കാരണം മുതിർന്ന തലമുറകൾ തന്നെയല്ലേ? ജീവിതമാകുന്ന ചതുരംഗക്കളിയിലെ വെട്ടിനിരത്തലുകളും മുന്നേറ്റങ്ങളും മാത്രമാണ് ജീവിത ലക്ഷ്യവും മാർഗവുമെന്ന ആധുനിക വിദ്യാഭ്യാസം നൽകുന്ന അറിവിൻ്റെ ഉൽപ്പന്നങ്ങളായ മാതാപിതാക്കൾ സ്വാർത്ഥതയുടെ ബാലപാഠങ്ങൾ പിച്ചവെച്ച് നടക്കുന്ന കാലം മുതൽ പൈതങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ്. തങ്ങളെ മാത്രം സ്നേഹിക്കുവാനും താൻ ഒഴിച്ചുള്ള എല്ലാവരെയും ശത്രുക്കളായി കാണുവാനുമുള്ള മനസ്സും മനോഭാവവും അങ്ങനെ പൈതങ്ങളായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുകയാണ്. അവിടെ നിന്ന് ആരംഭിക്കുന്നു പൈതങ്ങളുടെ സ്വാർത്ഥതയുടെ യാത്ര. തൻ്റെ കളിപ്പാട്ടങ്ങളും ലാളനകളും കവർന്നെടുക്കുവാൻ വന്ന കൊച്ചനുജനും കളിയിടങ്ങളിലും പഠിപ്പിലും തന്നെ പിന്നിലാക്കുന്ന ചങ്ങാതിമാരും പ്രവേശന പരീക്ഷകളിൽ താൻ ഒഴിച്ചുള്ള എല്ലാവരും തൊഴിൽ തേടിയുള്ള പരക്കം പാച്ചലിൽ ഓഫീസ് വരാന്തകളിലും കമ്പനി പഠിക്കലുമെല്ലാം തൻ്റെ പിന്നിലും മുന്നിലും നിൽക്കുന്നവരുമെല്ലാം അവൻ്റെ ശത്രുക്കളായിത്തീരുന്നു. ധനികൻ ദരിദ്രൻ്റെയും കോടീശ്വരൻ ലക്ഷപ്രഭുവിൻ്റെയും കാറുള്ളവൻ കാറില്ലാത്തവൻ്റെയും വലിയ കാറുള്ളവൻ ചെറിയ കാറുള്ളവൻ്റെയും എല്ലാം ശത്രുക്കളായി മാറുന്നു. എന്തിനേറെ കട്ടിലൊഴിഞ്ഞു തരുവാൻ വിസമ്മതിക്കുന്ന വൃദ്ധനായ പിതാവും വാതരോഗം കൊണ്ട് തളർന്നു കിടക്കുന്ന വൃദ്ധയായ മാതാവും അനന്തരസ്വത്തിന് അവകാശികളായ കൂടപ്പിറപ്പുകളും അവൻ്റെ ശത്രുക്കളായിത്തീരുന്നു. അങ്ങനെ യുഗങ്ങളായി മനുഷ്യർ കെട്ടിപ്പൊക്കിയ മഹിമകളെല്ലാം ഭൗതിക കടലിലെ മാത്സര്യ തിരകൾ കടലെടുത്തുകൊണ്ടിരിക്കുന്ന ഇരുണ്ട നാളുകളിലൂടെയാണ് ഞാനും നിങ്ങളുമെല്ലാം കടന്നു പോകുന്നത്. ഈ ദുരന്തത്തിന് കാരണം വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമല്ല,
മറിച്ച് വിദ്യാഭ്യാസത്തിലൂടെ യഥാർത്ഥ ജീവിത മൂല്യങ്ങൾ ലഭിക്കാത്തതാണ്. ശാസ്ത്ര പുരോഗതിയുടെ അഭാവമല്ല, ധാർമ്മിക മൂല്യങ്ങളുടെ അഭാവമാണ്. ഭൗതിക വിഭവങ്ങളുടെ അഭാവമല്ല, ആർദ്രതയുള്ള മനസ്സുകളുടെ അഭാവമാണ്. പ്രശ്നം മനുഷ്യനിലാണ്, മനുഷ്യൻ്റെ മനസ്സുകളിലാണ്, മനോഭാവങ്ങളിലാണ്, കാഴ്ചപ്പാടുകളിലാണ്. ശാസ്ത്ര പുരോഗതിയിലൂടെ ലോകം തന്നെ ഒരു അയൽപ്പക്കമാക്കിയ മനുഷ്യൻ അതിലൂടെ സാഹോദര്യം പടുത്തുയർത്തുവാൻ മറന്നുപോയിരിക്കുന്നു. ഇന്ന് ലോക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി ആണവായുദ്ധങ്ങളല്ല, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്വാർത്ഥത എന്ന അസൂയ എന്ന ബോംബുകളല്ലേ? ആ നട്ടുച്ച നേരത്ത് തിയേറ്ററിൻ്റെ മുൻപിൽ പാർക്ക് ചെയ്ത കാറിൽ വൃദ്ധയായ മാതാവിനെ ഇട്ടുപോയ ആ മകൻ നേടിയ ബിരുദങ്ങൾ അയാൾക്ക് നൽകുന്ന അറിവും ജീവിത വീക്ഷണങ്ങളും എന്താണ്? പെറ്റ മാതാവിൻ്റെയും പോറ്റിയ പിതാവിൻ്റെയും നേർക്ക് മുഷ്ടി ചുരുട്ടുകയും കാലുയർത്തുകയും ചെയ്യുന്ന സന്താനങ്ങൾക്കും ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും നേർക്ക് കാച്ചിമിനുക്കിയ പിച്ചാത്തിയോങ്ങുന്ന ഭർത്താക്കന്മാർക്കുമെല്ലാം അവർ നേടിയ ബിരുദങ്ങൾ നൽകുന്ന അറിവും ജീവിത വീക്ഷണവും എന്താണ്? അധികാരത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിലൂടെ ആ ഇടനാഴികളിലൂടെ പെരുച്ചാഴികളെപ്പോലെ ഇഴഞ്ഞു ചെന്ന് കൈക്കൂലിയും സ്വാധീനവും കൊണ്ട് സമ്പത്ത് വാരിക്കൂട്ടുന്ന വ്യവസായ പ്രമുഖർക്കും ഓഹരി കാളകൾക്കും കമ്പോള കഴുകന്മാർക്കും അവർ ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് സർവകലാശാലകളിൽ നിന്നും നേടിയ മാസ്റ്റേഴ്സ് ബിരുദങ്ങൾ നൽകുന്ന അറിവും ജീവിത വീക്ഷണവും എന്താണ്? മനുഷ്യന് മേൽത്തരം, ഇടത്തരം, കീഴ്ത്തരം എന്ന് തിരിക്കുന്നവർക്കും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ശവക്കല്ലറയിൽ മനുഷ്യയുക്തിയെയും ബുദ്ധിയെയും കുഴിച്ചു മൂടുന്ന ആത്മീയ കച്ചവടക്കാർക്കും വടിവാളും ബോംബ് മേന്തിക്കൊണ്ട് വർഗീയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ തീവ്രവാദികൾക്കുമെല്ലാം അവർ നേടിയ ബിരുദങ്ങളും ഇടുങ്ങിയ രീതിയിൽ അവർ മനസ്സിലാക്കിയ ദർശനങ്ങളും നൽകുന്ന കാഴ്ചപ്പാടും ജീവിത വീക്ഷണവും എന്താണ്? ആകാശഭൂമികളെ കൈക്കുള്ളിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന വൻ ശക്തികൾക്ക് സർവനാശം വിതയ്ക്കുന്ന പരമാണു കൊണ്ട് നിർമ്മിച്ച ആണവായുധങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ശാസ്ത്രജ്ഞർക്കും കുട്ടികളെയും മൃഗങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ലൈംഗിക ചിത്രങ്ങൾ നിർമ്മിക്കുന്നവർക്കും അവർ നേടിയ ബിരുദങ്ങളും അറിവുകളും നൽകുന്ന അറിവും ജീവിത വീക്ഷണവും എന്ത് എന്ന് സ്വയം നാം ചിന്തിക്കണ്ടേ? ബിരുദങ്ങൾ നേടിയാൽ എല്ലാമായി എന്ന് ഞാനും നിങ്ങളും കരുതുന്നു. സന്താനങ്ങളെ ബിരുദങ്ങൾക്ക് പ്രാപ്തരാക്കുക എന്നല്ലാതെ ജീവിത വീക്ഷണം പറഞ്ഞു കൊടുക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? ഇന്ന് എത്ര ദിവസം, ഇന്ന് എത്ര മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളുമായി സംസാരിച്ചു? സന്താനങ്ങൾക്ക് എല്ലാവരോടും നിങ്ങൾ ചോദിക്കും, പഠിച്ചോ, പരീക്ഷയ്ക്ക് A+ കിട്ടിയോ, ഡിസ്റ്റിങ്ഷൻ കിട്ടിയോ? ആര് ചോദിക്കും നമസ്കരിച്ചോ എന്ന്? ഞാനൊന്ന് ചോദിക്കട്ടെ, വിവാഹ സമയത്ത് ചോദിക്കും, പയ്യൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്, വിശ്വാസിയാണോ, നമസ്കരിക്കുമോ? നമസ്കരിക്കുമെന്ന് പറഞ്ഞാൽ സന്തോഷമാണില്ലേ? എന്നാൽ 5 നേരവും പള്ളിയിൽ പോയി നമസ്കരിക്കും, താടി നീട്ടി വളർത്തുന്നു, ഇസ്ലാമിക പ്രബോധനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത്രയുള്ള വിശ്വാസിയെ നമുക്ക് വേണ്ട. നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. പഠിപ്പിൽ A+ വേണം, ഡിസ്റ്റിങ്ഷൻ വേണം. മതവിശ്വാസത്തിൽ എനിക്കും നിങ്ങൾക്കുമൊന്നും നമ്മുടെ മക്കൾക്ക് A+ഉം ഡിസ്റ്റിങ്ഷനും ഒന്നും ആവശ്യമില്ല. ഗൾഫിലുള്ള ആളുകൾ പറയും, എൻ്റെ മകനെ ഡോക്ടറാക്കണം. വളരെ സന്തോഷമാണ് എല്ലാവർക്കും. എന്തിനാണ് ഡോക്ടറാക്കുന്നത്? രോഗികളെ പരിചരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ മനസ്സാക്ഷിയോട്, അവർക്ക് സമൂഹത്തിലുള്ള വിലയും വിവാഹ കമ്പോളത്തിലെ മാർക്കറ്റുമല്ലേ അതിന് കാരണം? നിങ്ങളുടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയുള്ള മകൻ ഇന്ന് അട്ടപ്പാടിയിൽ ആദിവാസികളെ ചികിത്സിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ബോധം കെട്ട് വീഴും. വിവാഹ കമ്പോളത്തിലെ മാർക്കറ്റ് ആകാശത്തു നിന്നും പാതാളത്തിലേക്ക് താഴും ഇല്ലേ? വിവാഹം തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ പെൺവീട്ടുകാർ പിൻവാങ്ങും, പെണ്ണും പിൻവാങ്ങും. കാരണം വില കുറഞ്ഞ മൊബൈൽ ഫോണുകളിൽ നിന്നും വില കൂടിയ മൊബൈൽ ഫോണുകളിലേക്കും വില കുറഞ്ഞ കാറുകളിൽ നിന്നും വില കൂടിയ കാറുകളിലേക്കുമുള്ള പ്രയാണത്തിന് പണം വേണം. അങ്ങനെ ഭൗതിക വസ്തുക്കളുടെ അടിമകളാകുവാനാണോ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? സ്വയം ചോദിക്കേണ്ടേ? ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ടെലിവിഷനുമെല്ലാം മനുഷ്യൻ്റെ അറിവിൻ്റെ സീമകളെ വികസിപ്പിച്ചുവെന്നും മനുഷ്യ മനസ്സുകളെ അടുപ്പിച്ചുവെന്നും പറയുന്നവർ വിസ്മരിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. സമൂഹത്തിൽ നിന്നും ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും എന്തിനേറെ ഇണകളിൽ നിന്നും മാറിക്കൊണ്ട് മുറിയുടെ ഒരു മൂലയിൽ കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ ഫേസ്ബുക്കിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ചാറ്റിങ്ങിൻ്റെയും ഒരു കുഞ്ഞു ലോകത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞില്ലേ ഞാനും നിങ്ങളും? പെറ്റ മാതാവിനറിയില്ല, തൊട്ടടുത്ത മുറിയിലുള്ള പെറ്റ മാതാവിനറിയില്ല മോൻ എന്തൊക്കെ ചെയ്തു എന്ന്. എന്നിട്ട് അവൻ ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയാണ് ലോകത്തോട്,
ഞാനിവിടെയുണ്ട്, അവിടെ പോയി. എന്തേ മാതാവിനോട് പറയാത്തത്? കുഞ്ഞായിരുന്നപ്പോൾ ഓടി വന്ന് ഉമ്മയുടെ അടുത്ത് പറയില്ലേ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ? ഇവിടെ 60 വയസ്സുള്ളയാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ 70 വയസ്സുള്ളയാളുണ്ട് എങ്കിൽ ഉമ്മയെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ആ ചിന്ത? ആ കൊച്ചുകുട്ടി, ഉമ്മയുടെ മടിയിൽ തലചായ്ച്ച് കിടക്കുന്ന കൊച്ചുകുട്ടി, 60 വയസ്സുള്ള ഒരാളും സ്വന്തം ഉമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ലേ ചിന്തിക്കാറ്? ആ ഉമ്മയെ ഒന്ന് ആലിംഗനം ചെയ്യാൻ എവിടെയാണ് സമയം? ഫേസ്ബുക്കിലും ഇൻ്റർനെറ്റിലും സമയമുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഉമ്മമാരോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുള്ളവരുണ്ട് എങ്കിൽ വിളിക്കുക ഫോണിൽ. ഉമ്മ ഇവിടെയുണ്ട് എങ്കിൽ പോയി ഒന്ന് ആലിംഗനം ചെയ്യുക. കാരണം ഇതിനെല്ലാം ചെയ്യണമെങ്കിൽ ജീവിത വീക്ഷണത്തിന് സാരമായ മാറ്റങ്ങൾ ഉണ്ടാകണം. പിസയും ബർഗറുമല്ല ജീവിതമെന്നും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുമല്ല പ്രൗഢിയെന്നും ഫേസ്ബുക്കും ഇമെയിലും ഒന്നുമല്ല മനുഷ്യബന്ധങ്ങളെന്നും ബ്രിട്ടീഷ് അമേരിക്കൻ ആക്സെൻറ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതല്ല സംസ്കാരമെന്നും കോട്ടും ടൈയും ഡിസൈനർ വസ്ത്രങ്ങളും അണിയുന്നതല്ല മാന്യതയെന്നും ജീൻസും കമ്മലും അണിയുന്നതല്ല സൗന്ദര്യമെന്നും MTVയും HBO-യും ഇൻ്റർനെറ്റും ഹോം തിയേറ്ററും ഒന്നുമല്ല ആനന്ദമെന്നുമുള്ള തിരിച്ചറിവുണ്ടാകണം. വില കൂടിയ കാറുകൾക്കും വീതി കൂട്ടി മിനുക്കിയ പാതയോരങ്ങൾക്കും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്കും അതിവിശാലമായ ഷോപ്പിംഗ് മാളുകൾക്കും അത്യാധുനിക തുറമുഖങ്ങൾക്കും ജെറ്റ് വിമാനങ്ങൾക്കുമെല്ലാം അപ്പുറം ഒരു ജീവിത വീക്ഷണമുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം. ഞാനും നീയും അവനും അവളും ഒന്നാണെന്ന സത്യം തിരിച്ചറിയണം. അല്ലാതെ അകത്തെ മൺകലത്തിൽ തിളച്ചു തുള്ളുന്ന നല്ലരി അയൽക്കാരൻ്റെ ചുരന്നെടുത്ത കണ്ണുകളാകണമെന്ന് നാം ആഗ്രഹിക്കരുത്. അപരൻ്റെ കാലിൽ തറയ്ക്കുന്ന മുള്ളു സ്വന്തം മനസ്സിൻ്റെ മുറിവായും ഭക്ഷണത്തിന് വേണ്ടി എവിടെയോ കരയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ സ്വന്തം കുഞ്ഞിൻ്റെ കരച്ചിലായും ശസ്ത്രക്രിയക്ക് പണമില്ലാതെ മരണത്തോടടുക്കുന്ന മകനെ നോക്കി വാവിട്ട് നിലവിളിക്കുന്നത് അന്യൻ്റെ മാതാവാണെങ്കിലും സ്വന്തം മാതാവിൻ്റെ രോധനമായും കടക്കെണിയിൽ അകപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നത് അന്യൻ്റെ പിതാവാണെങ്കിലും സ്വന്തം പിതാവിൻ്റെ നിസ്സഹായാവസ്ഥയായും ശിരസിൻ്റെ മുകളിൽ കൂരയില്ലാതെ വെയിലത്തും മഴയത്തും കിടക്കുന്നത് അന്യൻ്റെ കുടുംബമാണെങ്കിലും അത് സ്വന്തം കുടുംബത്തിൻ്റെ ദുരന്തമായും ഫീസടക്കാൻ പണമില്ലാതെ പഠിപ്പ് മുടങ്ങിയിരിക്കുന്നത് അന്യൻ്റെ പുത്രനാണെങ്കിലും അത് സ്വന്തം മകൻ്റെ ഹൃദയ നൊമ്പരമായും എൻ്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ സ്പർശിക്കുന്നില്ല എങ്കിൽ മനുഷ്യ പ്രകൃതിയോട് എന്ത് നീതിയാണ് ഞാനും നിങ്ങളും ചെയ്യുന്നത്? അങ്ങനെ ഒരു നീതി ചെയ്യണമെങ്കിൽ മരണത്തോടെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. മരണത്തോടെ ജീവിതം അവസാനിക്കുന്നു, നാം എല്ലാം പരിണമിച്ചുണ്ടായവരാണ് എന്ന് നാം വിശ്വസിക്കുകയാണ് എങ്കിൽ ഈ ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ട് എന്ത് കാര്യം? ഒരു പ്രതിഫലവും ലഭിക്കില്ല. എന്ത് തിന്മ ചെയ്താൽ എന്താണ്? പിടിക്കപ്പെടുന്നില്ല എങ്കിൽ നാം രക്ഷപ്പെട്ടു. കുറ്റവാളികളിൽ 1 കോടി കുറ്റവാളികളുണ്ട് എങ്കിൽ 1% നിയമത്തിൻ്റെ മുൻപിൽ വരുന്നത്, ഇല്ലേ? മറിച്ച് മരണം ജീവിതത്തിൻ്റെ പരിസമാപ്തിയല്ല എന്നും അനശ്വരമായ പരലോക ജീവിതത്തിലേക്കുള്ള യാത്രയിലെ ഒരിടത്താവളം മാത്രമാണ് മരണമെന്ന ഈ ജീവിതമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ നമുക്കൊരു ജീവിത ലക്ഷ്യമുണ്ടാകും. ആ ജീവിത ലക്ഷ്യമുണ്ടാകണമെങ്കിൽ മനുഷ്യർ മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള വ്യതിരിക്തത നാം തിരിച്ചറിയണം. എന്താണ് ആ വ്യതിരിക്തത എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മലക്കുകളോളം ഉയരുവാനും പിശാചിനോളം താഴുവാനും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആത്മാർപ്പണത്തിൻ്റെയും കൊടുമുടി കീഴടക്കുവാനും അതോടൊപ്പം തന്നെ അതിക്രമങ്ങളുടെയും ക്രൂരതയുടെയും അധ്യായങ്ങൾ എഴുതി ചേർക്കുവാനും മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ. ദൈവത്തെ സ്തുതിക്കുന്ന അതേ നാവുകൊണ്ട് തന്നെ പിശാചിനെ സ്തുതിക്കുവാനും മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്ന അതേ നാവുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകളെ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും പടുകുഴിയിലേക്ക് പിടിച്ചു താഴ്ത്തുവാനും അനാഥകളുടെ ശിരസ് തലോടുന്ന അതേ കരങ്ങൾ കൊണ്ട് തന്നെ പൈതങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുവാനും കത്തികൊണ്ട് ഭക്ഷണം മുറിക്കുന്ന അതേ കൈകൾ കൊണ്ട് തന്നെ അന്യൻ്റെ പള്ളയിലേക്ക് കത്തിയിറക്കുവാനും ഊർജം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന പരമാണുക്കൾ കൊണ്ട് തന്നെ സർവനാശം വിതക്കുന്ന ആണവായുധങ്ങൾ നിർമ്മിക്കുവാനുമുള്ള കഴിവ് എന്തേ മറ്റു ജീവജാലങ്ങൾക്കില്ലാത്തത്? മനുഷ്യന് മാത്രമേയുള്ളൂ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് 8 കാലി എങ്ങനെയാണ് വല നെയ്തത് അതുപോലെ തന്നെ ഇന്നും വല നെയ്യുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കടുന്നല്ല് കൂടുണ്ടാക്കിയതുപോലെ ഇന്നും കൂടുണ്ടാക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ അവസ്ഥ അതല്ല. ഗുഹകളിൽ താമസിച്ചിരുന്ന മനുഷ്യനെന്ന്
ബഹുനില മണിമന്ഥരങ്ങളിലേക്കും കാൽനടയിൽ മാത്രം ഒതുങ്ങി നിന്ന മനുഷ്യൻ ഇന്ന് സൂപ്പർസോണിക് ജെറ്റുകളുടെയും സ്പേസ് ഷിപ്പുകളുടെയും യുഗങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. എന്തേ ഇത്? അവിടെയാണ് മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യസ്തത നാം അറിയേണ്ടത്. ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് 13-ാം അധ്യായത്തിലെ 26-ാം വചനത്തിൽ, വമൽ ഹയാത്തു ദുനിയ ഫിൽ ആഖിറത്തി ഇല്ലാ മത്താ. പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇഹലോകം ഒരു സുഖാനുഭവമല്ലാതെ മറ്റൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, മഹാസാഗരത്തിൽ വിരലുകൾ മുക്കിയെടുക്കുമ്പോൾ വിരൽ തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ജലഗണം മാത്രമാണ് ഇഹലോകമെന്നും ആ സാഗരത്തിൽ അവശേഷിച്ച അനന്തമായ ജലഗണങ്ങളാണ് പരലോകമെന്നും ഈ ഒരു ജലഗണം മാത്രമാകുന്ന ഇഹലോകത്തിനു വേണ്ടി സർവസ്വവും ഹോമിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ദുഃഖവും ദുരന്തവും. ഈ ജീവിതവും താനും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന യാത്രക്കാരൻ ആ ചൂടിൽ നിന്നും മോചനം നേടുവാനായിട്ടൊരു മരത്തിൻ്റെ ശീതളച്ചായയിൽ അല്പം വിശ്രമിക്കുന്നു. എന്നിട്ട് നടന്നു നീങ്ങുന്ന യാത്രക്കാരന് ആ മരത്തിൻ്റെ തണലുമായിട്ടുള്ള ബന്ധം എത്രമാത്രമാണോ, ആ ബന്ധം മാത്രമേ എനിക്കും ഈ ജീവിതവും തമ്മിലുള്ളൂ എന്ന്. മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കുന്നവരല്ലേ ഞാനും നിങ്ങളുമല്ല? എങ്കിൽ മരണത്തിന് ശേഷമുള്ളത് എന്ത്? വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായത്തിലെ 7-ാം വചനത്തിൽ പറയുന്നുണ്ട്, വ അന്ന സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വ അന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. അന്ത്യദിനം സംഭവിക്കുകയില്ല എന്നും കുഴിമാടങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കില്ലെന്നും നിങ്ങൾ സംശയിക്കുന്നുവോ? യാതൊരു സംശയമില്ലാതെ അള്ളാഹു പറയുന്നു, കുഴിമാടങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന്. 23-ാം അധ്യായത്തിലെ 115-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അഫ ഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ കളിതമാശക്ക് സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടില്ലെന്നും കരുതുന്നുവോ? ഇവിടെ വ്യക്തമായിട്ട് അള്ളാഹു പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് 99-ാം അധ്യായത്തിൽ 7-8 വചനങ്ങളിൽ, ഫമൻ യഅമൽ മിസ്കാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദറത്തിൻ ശർറൻ യറ. ഒരു അണു നന്മ ചെയ്താൽ അത് കാണും, തീർച്ചയായും അതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഒരു അണു തിന്മ ചെയ്താലോ അതിൻ്റെ ശിക്ഷയും ലഭിക്കും, അതും കാണും. ഇത്രയും നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് മനുഷ്യൻ മണ്ണും ചാരവുമായി തീർന്ന മനുഷ്യനെ അല്ലാഹു വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും, വിചാരണക്ക് വിധേയമാകും, നന്മക്കനുസൃതമായ പ്രതിഫലം ലഭിക്കും, തിന്മക്കനുസൃതമായ ശിക്ഷയും ലഭിക്കുമെന്ന സത്യം തിരിച്ചറിഞ്ഞാൽ ജീവിത ലക്ഷ്യം എന്ത് എന്ന് നാം തിരിച്ചറിയേണ്ടേ? വിശുദ്ധ ഖുർആൻ 51-ാം അധ്യായത്തിലെ 56-ാം വചനത്തിൽ പറയുന്നു, വമൽ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല. ഇവിടെ ആരാധനയ്ക്ക് ഒരുപാട് വശങ്ങളുണ്ട്. ഇതര മതങ്ങളിൽ നിന്നുള്ള വ്യതിരിക്തത എന്താണ് ഇസ്ലാമിന്? ഉദാഹരണത്തിന് നമ്മുടെ മറ്റൊരു സഹോദര മതം പറയുന്നു, ഒരു പ്രവാചകനെ ദൈവവും ദൈവപുത്രനുമായി അംഗീകരിക്കുകയും ആ മനുഷ്യപുത്രൻ, ആ പ്രവാചകൻ കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ഇസ്ലാമിൽ അതല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുകയും ഒരുപാട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. 67-ാം അധ്യായത്തിലെ 2-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചതെന്നറിയാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. ഞാൻ ചോദിക്കട്ടെ ഈ സദസ്സിനോട്, ഞാനും നിങ്ങളുമെല്ലാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നിട്ടും എന്തേ സംശയമില്ല എന്ന് ആത്മാർത്ഥമായി നമുക്ക് പറയുവാൻ കഴിയുമോ? നമ്മുടെ നാടുകളിൽ സ്ഥിരം ഒരു കാഴ്ചയുണ്ട്. മരണ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് സ്ത്രീകൾ സാരി എടുത്ത് തലയുടെ മുകളിൽ പുതക്കും. മരണ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് മാറ്റും. പരസ്യമായി ചെയ്യാൻ മടിക്കുന്ന തെറ്റുകൾ നാം രഹസ്യമായി ചെയ്യാറില്ലേ? അപ്പോൾ അള്ളാഹു എല്ലാം കാണുന്നുവെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? മണ്ണും ചാരവുമായി തീർന്ന മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുമെന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടാണെന്നറിയാമോ? 30-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. ആദ്യ സൃഷ്ടി നടത്തിയവന് വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമുള്ള കാര്യമാണ്. ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ, എന്ത് മനോഹരമാണെന്നറിയാമോ ഖുർആൻ? ആദ്യമായിട്ട് നാമാണ് സൃഷ്ടിച്ചതെങ്കിൽ വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമുള്ള കാര്യമാണ്. ഉദാഹരണത്തിന്
റോട്ടിൽ നിന്നും ഒരു 10 അടി ഉയരത്തിൽ കാറുകൾ, പറക്കുന്ന കാറുകൾ വേണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കാറുണ്ട്. കാരണം ട്രാഫിക് ജാമിൻ്റെ സമയത്ത് നമുക്കൊന്ന് പറന്നു പോകാം. എന്നാൽ ആ കാർ ഇന്ന് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. ഇന്നൊരാളത് ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കുക എളുപ്പമാണ്. അപ്പോൾ അള്ളാഹു പറയുന്നത്, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എങ്കിൽ വീണ്ടും ഉണ്ടാക്കുക എളുപ്പമാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു ക്യാമറയുടെ വിവിധ ഭാഗങ്ങൾ യാദൃച്ഛികമായി ഉണ്ടാകുമെന്നോ അങ്ങനെ ഉണ്ടായ ഭാഗങ്ങൾ കൂടിച്ചേർന്നൊരു ക്യാമറയാകുമെന്നോ ഞാനും നിങ്ങളും അംഗീകരിക്കുകയില്ലല്ലോ. എന്നാൽ ഒരു ക്യാമറയേക്കാൾ അതിസങ്കീർണമായ കണ്ണുകൾ എങ്ങനെയാണ് യാദൃച്ഛികമായി ഉണ്ടാകുന്നത്? തലയോട്ടിയുടെയും മുഖാസ്ഥിയുടെയും സുരക്ഷിതമായ കോട്ടക്കുള്ളിൽ മുൻഭാഗം മാത്രം തുറന്ന ഓബിറ്റ് എന്ന ഗുഹക്കുള്ളിലാണ് കണ്ണുകൾ സ്ഥിതി ചെയ്യേണ്ടതെന്നും കണ്ണുകളിൽ വല്ലതും പതിക്കുന്നത് തടയാനായി കാവൽ ഭടന്മാരായ കൺപോളകൾ വേണമെന്നും കണ്ണുകളിൽ പൊടി കയറാതിരിക്കാൻ അടിയിൽ നിന്നും മുകളിൽ നിന്നും ചാമരം പോലെ വീശിക്കൊണ്ടിരിക്കുന്ന കൺപീലികൾ വേണമെന്നും കണ്ണുകൾ സദാ വൃത്തിയാക്കുവാൻ അറിഞ്ഞും അറിയാതെയും കണ്ണുനീര് വരുവാനുള്ള സംവിധാനം വേണമെന്നും ബാഹ്യമായ പ്രകാശത്തിൻ്റെ തീവ്രത നിയന്ത്രിച്ച് കണ്ണുകൾക്ക് സഹിക്കാൻ സാധിക്കും വിധം പ്രകാശത്തെ ക്രമീകരിച്ച് കണ്ണുകൾക്കുള്ളിലേക്ക് കടത്തിവിടുവാൻ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്ന നേത്രദ്വാരങ്ങളായ പ്യൂപ്പിൾസ് വേണമെന്നും നേത്രദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന പ്രകാശം വന്ന് പതിക്കാനായിട്ട് കണ്ണുകളുടെ ഉൾഭാഗത്ത് കോൺവെക്സ് ലെൻസ് വേണമെന്നും അടുത്തുള്ള കാഴ്ചകൾ കാണുവാനായി കോൺവെക്സ് ലെൻസ് തടിക്കണമെന്നും ദൂരെയുള്ള കാഴ്ചകൾ കാണുവാനായി കോൺവെക്സ് ലെൻസ് നേർത്തതാകണമെന്നും കോൺവെക്സ് ലെൻസിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന പ്രകാശം വന്ന് പതിക്കാനായിട്ട് കണ്ണുകളുടെ പിൻഭാഗത്ത് ചുമരായ റെറ്റിന വേണമെന്നും റെറ്റിനയിൽ പതിക്കുന്ന പ്രകാശത്തെ വോൾട്ട് കുറഞ്ഞ വൈദ്യുതി സ്പന്ദങ്ങളായി മസ്തിഷ്കത്തിലെത്തിക്കുവാൻ റെറ്റിനയ്ക്ക് ചുറ്റും കോൺകോശങ്ങൾ വേണമെന്നും മസ്തിഷ്കത്തിലെത്തുന്ന വൈദ്യുതി സ്പന്ദങ്ങൾ ഒരു നിമിഷത്തിൻ്റെ അംശം പോലും എടുക്കാതെ കണ്ട വസ്തു എന്ത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരുവാൻ അതിസങ്കീർണമായ സംവിധാനങ്ങൾ മസ്തിഷ്കത്തിൽ വേണമെന്ന് തീരുമാനിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവത്തെ എങ്ങനെയാണ് എനിക്കും നിങ്ങൾക്കും നിഷേധിക്കാൻ സാധിക്കുക? ഇത് കണ്ണിൻ്റെ സംവിധാനത്തിൻ്റെ ഒരംശമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കുവാനുള്ള മസ്തിഷ്കവും കാണുവാനുള്ള കണ്ണുകളും കേൾക്കുവാനുള്ള കാതുകളും സംസാരിക്കാനുള്ള നാവും സ്പർശിക്കാനുള്ള ചർമ്മവും പ്രവർത്തിക്കാനുള്ള കരങ്ങളും ചലിക്കാനുള്ള പാദങ്ങളും ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള ജലവും വസിക്കാനുള്ള ഭൂമിയും അങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ നൽകിയ പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവത്തെ എങ്ങനെയാണ് നിഷേധിക്കാൻ സാധിക്കുന്നത്? ഇന്ന് ക്ലോണിങ്ങിൻ്റെ കാലഘട്ടമാണ്. ക്ലോണിങ്ങിലൂടെ ശാസ്ത്രജ്ഞരൊന്നും സൃഷ്ടിക്കുന്നില്ല. ഈ മരത്തിൻ്റെ സ്റ്റാൻഡ് ഒരു ആശാരി ഉണ്ടാക്കിയെന്ന് പറയും, സൃഷ്ടിച്ചെന്ന് പറയില്ല. കാരണം മരം അള്ളാഹു ഉണ്ടാക്കിയതാണ്. മനുഷ്യൻ ഇതുവരെയും ക്ലോൺ ചെയ്തിട്ടുള്ള, ഭാവിയിൽ ക്ലോൺ ചെയ്താൽ എങ്ങനെയായിരിക്കും ക്ലോൺ ചെയ്യുക? ഒരു മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ഒരു കോശത്തിൻ്റെ ഉള്ളിൽ 23 ഇണകളായ ക്രോമസോമുകളുണ്ട്. ബീജവും അണ്ഡവും കോശങ്ങളാണെങ്കിലും അള്ളാഹുവിൻ്റെ അഭാവമായ ഒരു സൃഷ്ടി വൈഭവത്താൽ ഒരു മയോട്ടിക് ഡിവിഷൻ നടക്കുന്നു, കുറവ് സംഭവിക്കുന്നു. ബീജത്തിൽ 23 ക്രോമസോമുകൾ, അണ്ഡത്തിൽ 23 ക്രോമസോമുകൾ. ഇവ കൂടിച്ചേർന്ന സൈഗോട്ട്, സിക്താണ്ഡത്തിൽ 46 ക്രോമസോമുകൾ. പകുതി പിതാവിൽ നിന്നും പകുതി മാതാവിൽ നിന്നും. ശാസ്ത്രജ്ഞർ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒരു പുരുഷൻ്റെ ശരീരത്തിലുള്ള ലക്ഷക്കണക്കിന് കോശങ്ങളിലെ ഒരു കോശത്തിൻ്റെ ന്യൂക്ലിയസ്, അതായത് 46 ക്രോമസോമുകൾ അടങ്ങിയ ന്യൂക്ലിയസ് എടുത്തിട്ട് സ്ത്രീയുടെ അണ്ഡത്തിലെ ന്യൂക്ലിയസ് കളഞ്ഞിട്ട് അത് ഇതിൽ നിക്ഷേപിച്ച് സിക്താണ്ഡമുണ്ടാക്കി ഒരു ഗർഭപാത്രത്തിൽ വെച്ച് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നു. ഇത് ഈ കോശം, അതിലെ ക്രോമസോമുകൾ, സ്ത്രീയുടെ അണ്ഡം, ഗർഭപാത്രം എല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ്. എങ്കിലും ഇതിൽ നിന്നൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. കാരണം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചൊരു വ്യക്തിയുടെ ശരീരത്തിലെ ലക്ഷക്കണക്കിന് കോശങ്ങളിലെ ഒരു കോശമെങ്കിലും ലഭിക്കുമെങ്കിൽ അതുപോലെ ഒരാളെ ക്ലോൺ ചെയ്യുവാൻ പറ്റുമോ എന്ന് ശാസ്ത്രജ്ഞർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന യുഗത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെ രൂപപ്പെടുത്തുന്ന മനുഷ്യൻ അയാളല്ല, വ്യത്യസ്തയാളായിരിക്കും. പക്ഷേ രൂപം 100% അയാളെപ്പോലെ ഇരിക്കും. ഇത് നിസ്സാരനായ മനുഷ്യന് സാധിക്കുമെങ്കിൽ എല്ലാം സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിന് സാധിക്കില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? നമ്മുടെ ശരീരം, ആന്തരിക അവയവങ്ങൾ, ജീവൻ, ആത്മാവ്, കർമ്മങ്ങൾ, ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഒരു ഉദാഹരണമാണ്, 100% ശരിയെന്ന് പറയാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടുവാൻ സാധിക്കാത്തൊരു കമ്പ്യൂട്ടർ,
ഒരു കമ്പ്യൂട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട്ടിലെ കമ്പ്യൂട്ടർ, അതിനൊരു ഔട്ടർ ക്യാബിനറ്റ് ഉണ്ട്. അതിനെ നമ്മുടെ ശരീരത്തോട് ഉപമിക്കാം. അതിൻ്റെ ഉള്ളിൽ ഹാർഡ്വെയർ ഉണ്ട്. അതിനെ നമ്മുടെ ആന്തരിക അവയവങ്ങളുമായിട്ട് നമുക്ക് ഉപമിക്കാം. ഔട്ടർ ക്യാബിനറ്റും ഹാർഡ്വെയറും ഉണ്ടെങ്കിലും കമ്പ്യൂട്ടർ പ്രവർത്തിക്കില്ല. അതിന് സോഫ്റ്റ്വെയർ വേണം. ഒരു ബ്ലാങ്ക് CD, ഒടിഞ്ഞ CD എടുത്ത് നിങ്ങൾ തൂക്കി നോക്കുക, ഒരു തൂക്കം നിങ്ങൾക്ക് ലഭിക്കും, ഇല്ലേ? ഇനി അതിൽ സോഫ്റ്റ്വെയർ നിങ്ങൾ ലോഡ് ചെയ്താലും തൂക്കം ഒന്ന് തന്നെയായിരിക്കും. സോഫ്റ്റ്വെയർ നമുക്ക് തൊട്ടു നോക്കാൻ സാധിക്കില്ല. ഒരു കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന്. അതുപോലെ 25 വയസ്സുള്ള ആരോഗ്യമുള്ളൊരു മനുഷ്യനൊരു ഡീപ് ഫ്രീസറിൻ്റെ ഉള്ളിൽ വെച്ച് 4 മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്താൽ അവയവങ്ങൾക്ക് കേടുണ്ടാവുകയില്ല, ജീവൻ ഉണ്ടാവുകയില്ല, അയാൾക്ക് ജീവൻ ഉണ്ടാകില്ല. ഒരാൾ വെറുതെ കിടക്കുകയാണ് ഇങ്ങനെ, അയാൾക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ചിരിച്ചാൽ അറിയാം. ജീവനെ നമുക്ക് കാണാൻ സാധിക്കില്ല, തൊട്ടു നോക്കാൻ സാധിക്കില്ല. അതിനെ നമുക്ക് സോഫ്റ്റ്വെയറുമായിട്ട് കമ്പയർ ചെയ്യാം, താരതമ്യം ചെയ്യാം. അങ്ങനെ ഔട്ടർ ക്യാബിനറ്റും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ടെങ്കിലും കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമോ? ഒരിക്കലുമില്ല. പുറത്തു നിന്നൊരാൾ കീബോർഡിൽ അമർത്തിക്കൊണ്ട് വേണം അത് പ്രവർത്തിപ്പിക്കാൻ, ഇല്ലേ? അപ്പോൾ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ബാഹ്യമായിട്ടുള്ളൊരു ഊർജ്ജം അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. അതിനെ നമ്മുടെ ആത്മാവുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. ഇത് വെറും താരതമ്യമാണ് കേട്ടോ. കാരണം ഖുർആൻ പറയുന്നുണ്ട് ആത്മാവിനെ സംബന്ധിച്ച് അല്പം മാത്രമേ നിങ്ങൾക്കറിയുകയുള്ളൂ എന്ന്. അങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ച് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ എൻ്റെ പേഴ്സണൽ ഡേറ്റ, അത് വേർഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകാം, എക്സൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകാം, അത് എൻ്റെ കർമ്മമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമ്പ്യൂട്ടറിലെ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ നിങ്ങളുടെ കർമ്മങ്ങളുമായിട്ട് നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം. ഈ കർമ്മങ്ങൾ നമുക്കൊരു പെൻ ഡ്രൈവിൽ സൂക്ഷിച്ച് വെക്കാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ സെർവറിൽ നമുക്ക് ഭദ്രമായിട്ട് വെക്കാം. കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനെ കമ്പ്യൂട്ടർ ഉറങ്ങുന്നതിനോടും സ്വിച്ച് ഓൺ ചെയ്യുന്നതിനെ ഉണർന്നിരിക്കുന്നതിനോടും, ഇനി ആരെങ്കിലും കമ്പ്യൂട്ടർ തല്ലി തകർത്താൽ കമ്പ്യൂട്ടർ മരിച്ചു പോയതിനോടും നമുക്ക് തുലനം ചെയ്യാം. അങ്ങനെ കമ്പ്യൂട്ടർ മരിച്ചുപോയി, മറ്റൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ട് പെൻ ഡ്രൈവ് ഒന്ന് കുത്തിയാൽ നമ്മുടെ പേഴ്സണൽ ഡേറ്റ എല്ലാം പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഒരാൾ ഒരു സൈബർ കുറ്റകൃത്യം ചെയ്യുകയാണ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് സൈബർ കുറ്റകൃത്യം ചെയ്യുന്നു. പോലീസുകാർ വന്നിട്ട് കതകിൽ മുട്ടുമ്പോൾ ഇയാൾ കമ്പ്യൂട്ടർ ചുറ്റികൊക്കെ തല്ലി തകർത്ത് കളയുന്നു. ഇൻ്റർനെറ്റിലൂടെ നിസ്സാരമായിട്ട് പോലീസുകാർക്ക് ഇയാളുടെ പേഴ്സണൽ ഡേറ്റാസ്, പ്രവൃത്തികളും കർമ്മങ്ങളും ലഭിക്കും. ഇത് നിസ്സാരനായ മനുഷ്യന് സാധിക്കാമെങ്കിൽ പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിന് നമ്മുടെ കർമ്മങ്ങളെ രേഖപ്പെടുത്തിയിട്ട് ബോധ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നിഷേധിക്കാൻ സാധിക്കുന്നത്? ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ചുരുക്കം പറഞ്ഞാൽ ഇസ്ലാമികമായിട്ടുള്ള ആ മോക്ഷത്തിൻ്റെ മാർഗമുണ്ടല്ലോ, വിഷയം അതാണ്. ഇതേപോലെ യുക്തിഭദ്രമായ മറ്റേത് മോക്ഷത്തിൻ്റെ മാർഗമാണുള്ളത്? വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നന്മകൾ ചെയ്യണം, തിന്മകളിൽ നിന്ന് അവൻ മാറി നിൽക്കണം. നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും മനുഷ്യന് ലഭിക്കും. എന്ത് യുക്തിഭദ്രമാണ്! ഞാൻ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരും അത് അംഗീകരിക്കണമെന്നില്ല. എന്നാൽ മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രം, അത് മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ അമുസ്ലിങ്ങളായിക്കൊള്ളട്ടെ, യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കില്ല. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ സദസ്സിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ ഗർഭം ധരിച്ചാൽ ഏത് ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടതെന്ന് നിങ്ങൾ താരതമ്യം ചെയ്യില്ലേ? പ്രസവിക്കേണ്ട ആശുപത്രി ഏതാണ് നല്ലത് എന്ന് നിങ്ങൾ താരതമ്യം ചെയ്യില്ലേ? കുഞ്ഞിനെ ചേർക്കേണ്ട കിൻഡർ ഗാർഡനെ സംബന്ധിച്ച് നിങ്ങൾ താരതമ്യം നടത്തില്ലേ? ചേർക്കേണ്ട സ്കൂളിനെ സംബന്ധിച്ച് നിങ്ങൾ താരതമ്യം നടത്തില്ലേ? ഏതാണ് നല്ല സ്കൂള്? സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം പ്രൊഫഷൻ ഏതെടുക്കണം? അഭിഭാഷകനാകണമോ, ഡോക്ടറാകണമോ, എഞ്ചിനീയർ ആകണമോ? താരതമ്യം. ജോലിയുടെ കാര്യത്തിലും അതുതന്നെ. ഇണയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ ശക്തമായ താരതമ്യ പഠനമാണ് നടത്തുന്നത്. ഒരു വീടുണ്ടാക്കുന്ന കാര്യത്തിൽ, പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിൽ, വോട്ട് ചെയ്യേണ്ട സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്, എന്തിനേറെ ഒരു റേസർ വാങ്ങുമ്പോൾ പോലും ഞങ്ങൾ നൽകുന്ന പണത്തിന് ഏറ്റവും നല്ല റേസർ ഏത് താരതമ്യം ചെയ്യാറുണ്ട്. എന്നാൽ മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രം കണ്ണും കാതും മസ്തിഷ്കവും കൊട്ടിയടച്ച് പിറന്നു വീണ മതവിശ്വാസത്തിൽ തന്നെ അള്ളിപ്പിടിക്കുകയാണ് പതിവ്, അല്ലേ? 3-4 വർഷങ്ങൾക്ക് മുൻപ് ഒരു സംഭവം, അതിനു മുൻപ് ഒരു ചരിത്രം പറയാം. ഭാരതത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ദൈവമായി അംഗീകരിക്കുന്നൊരു വ്യക്തിയുണ്ട്. പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഒരുപാട് സഹപാഠികൾ അദ്ദേഹത്തെ ദൈവമായി അംഗീകരിക്കുന്നു. അപ്പോൾ ഞാനത് അവരോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ഈ മനുഷ്യനെ നിങ്ങൾ ദൈവമാക്കുന്നത്? അതിലൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് വയറുവേദന വന്നപ്പോൾ ഇദ്ദേഹം മാറ്റിക്കൊടുത്തു.
ഞാൻ പറഞ്ഞു, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തൊട്ടടുത്തൊരു ആശ്രമത്തിൽ ഈ വ്യക്തിക്കുണ്ട്, ചിന്തിച്ചുകൂടെ എന്ന്. ഏതായാലും 3-4 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ആ വ്യക്തി ആര് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മാധ്യമങ്ങളിൽ വലിയ തലക്കെട്ട് വന്നു. അദ്ദേഹത്തിന് ഗുരുതരമായ അസുഖം ബാധിച്ചിരിക്കുന്നു. ഡോക്ടർമാരെ അവർ ആശ്രമ മേധാവികൾ കാണിക്കുന്നില്ല, കാരണം പുറം ലോകം അറിയരുത്. പ്രശ്നം ഗുരുതരമായപ്പോൾ പിറ്റേ ദിവസം ആശ്രമ മേധാവികളിൽ നിന്നും ഒരു വാർത്താക്കുറിപ്പ്, അദ്ദേഹത്തിന് ഗുരുതരമായ അസുഖം ബാധിച്ചിരിക്കുന്നു, അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു, യന്ത്രങ്ങളുടെ സഹായത്തോടെ മാത്രമാണ് ആ ജീവൻ നിലനിർത്തുന്നത്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. ഈ പത്രവാർത്ത വരുന്നതിന് ഒരു നിമിഷം മുൻപ് വരെ തങ്ങളുടെ ദീർഘായുസ്സിന് വേണ്ടിയും തങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയും തങ്ങളുടെ രോഗശമനത്തിന് വേണ്ടിയും ഏതൊരു വ്യക്തിയോട് ആണോ പ്രാർത്ഥിച്ചത്, ഒരു നിമിഷം കൊണ്ട് തങ്ങൾ പ്രാർത്ഥിച്ച വ്യക്തിയുടെ ദീർഘായുസ്സിനും രോഗശമനത്തിനും വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആരോടായിരിക്കും പ്രാർത്ഥിക്കുക? പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ? 1.5 ആഴ്ചകളോളം അങ്ങനെ കിടന്ന് അദ്ദേഹം മരിക്കുന്നു. മരിച്ച ആ നിമിഷത്തിൽ തന്നെ പ്രാർത്ഥനയുടെ രൂപം മാറി. പിന്നെയും ആ മരിച്ച വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നു. 1.5 ആഴ്ചക്കുള്ളിൽ 3 തരം പ്രാർത്ഥനകൾ. ഒന്ന്, ജീവിച്ചിരിക്കുന്ന ആ വ്യക്തിയോട് തങ്ങളുടെ ദീർഘായുസ്സിനും രോഗശമനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന. 2, അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിനും ദീർഘായുസ്സിനും വേണ്ടിയുള്ള പ്രാർത്ഥന. പിന്നെ മരിച്ച വ്യക്തിയോടുള്ള പ്രാർത്ഥന. ജീവിച്ചിരുന്നപ്പോൾ സ്വയം സഹായിക്കാൻ കഴിയാതിരുന്നത്. നമ്മുടെ നാട്ടിലും ഒരു സ്ത്രീയുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പത്രവാർത്തകൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ദിവസം പത്രത്തിൽ വാർത്ത വന്നു, ആ സ്ത്രീ കാൽക്കട്ടയിൽ പ്രവർത്തനങ്ങളിൽ പോയപ്പോൾ, എന്തോ മതപ്രഭാഷണത്തിന് പോയപ്പോഴാണ് വാർത്ത ലഭിക്കുന്നത് അവരുടെ അച്ഛൻ മരിച്ചു പോയെന്ന്. അപ്പോൾ അച്ഛൻ മരിച്ച വാർത്ത പോലും അറിയില്ല. പക്ഷെ മനുഷ്യൻ ഇതിനെ സംബന്ധിച്ചൊന്നും ചിന്തിക്കാറില്ല. അപ്പോൾ മോക്ഷത്തിൻ്റെ മാർഗത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അതൊരു ഘട്ടമേ ആകുന്നുള്ളൂ. സ്വർഗം ലഭിക്കണമെങ്കിൽ എന്തു വേണം? മോക്ഷത്തിൻ്റെ മാർഗം അറിവറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് വിശ്വാസം വേണം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിൽ 8-9 വചനങ്ങളിൽ പറയുന്നുണ്ട്, وَمِنَ النَّاسِ مَن يَقُولُ آمَنَّا بِاللَّهِ وَبِالْيَوْمِ الْآخِرِ وَمَا هُمْ بِمُؤْمِنِينَ يُخَادِعُونَ اللَّهَ وَالَّذِينَ آمَنُوا وَمَا يَخْدَعُونَ إِلَّا أَنفُسَهُمْ وَمَا يَشْعُرُونَ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് ജനങ്ങളിൽ. അവർ യഥാർത്ഥ വിശ്വാസികളല്ല. അവർ ജനങ്ങളെയും അള്ളാഹുവിനെയും ജനങ്ങളെയും വഞ്ചിക്കുകയാണ്, സ്വയം വഞ്ചിതരാവുകയും അവർ അതറിയുന്നില്ല എന്ന് മാത്രം. ബാഹ്യമായ വേഷങ്ങൾ കൊണ്ടും തൊപ്പികൊണ്ടും താടി കൊണ്ടും ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ കൊണ്ടും ചുറ്റുപാടുമുള്ള ആളുകളെ വഞ്ചിക്കുവാൻ സാധിക്കും. എന്നാൽ എല്ലാം അറിയാവുന്ന പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനെ ഒരിക്കലും വഞ്ചിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ഏതൊരു പ്രഭാഷണത്തിലും 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ആ പ്രഭാഷകൻ ആർജിച്ച അറിവ്. മറ്റൊന്ന്, മറ്റുള്ളവർ ആർജിച്ച അറിവിൽ നിന്നും പ്രഭാഷകൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു വശം. രണ്ടാമത്തേത് പ്രധാനപ്പെട്ടൊരു ഭാഗം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ്. ഈ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആദ്യമായിട്ട് വിരൽ ചൂണ്ടേണ്ടത് പ്രഭാഷകനോടാണ്, പിന്നീട് നിങ്ങളോടും. ആ രീതിയിൽ മാത്രം ഇത് കണ്ടാൽ മതി. അപ്പോൾ നാം വിശ്വാസികളാകണം. വിശ്വാസത്തെ സംബന്ധിച്ച് ചിന്തകനായ ഹജറുൽ അസ്ഖലാനി പറഞ്ഞു, അൽ ഈമാനു ഇഅ്തിഖാദുൻ ബിൽ ഖൽബി വ നുത്ഖുൻ ബിൽ ലിസാനി വ അമലുൻ ബിൽ അർക്കാനി. വിശ്വാസം എന്നാൽ ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും നാവ് കൊണ്ടുള്ള സംസാരവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ് എന്ന്. ഒരു മുസ്ലിം വിദ്യാർത്ഥി തൻ്റെ സ്കൂളിലും, പ്രൊഫസർ തൻ്റെ കോളേജിലും, കഥാകൃത്ത് തൻ്റെ കഥകളിലും, പത്രപ്രവർത്തകൻ തൻ്റെ പത്രത്തിലും, അഭിഭാഷകൻ തൻ്റെ കോടതിയിലും, ഡോക്ടർ തൻ്റെ ക്ലിനിക്കിലും, വ്യവസായി തൻ്റെ വ്യവസായശാലയിലും, തൊഴിലാളി തൻ്റെ തൊഴിൽശാലയിലും, ഒരു ഓഫീസർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഓഫീസിലുമെല്ലാം യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണം. അതാണ് ജീവിതത്തിലൂടെ മുസ്ലിം എന്ന് പറയുന്നത്, ഇല്ലേ? ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് നീതിക്ക് വേണ്ടി വരുന്ന പാവപ്പെട്ടവൻ അത് അർഹിക്കുന്നതാണ് എങ്കിൽ ചെയ്തു കൊടുക്കുക. നാട്ടാചാരപ്രകാരം അയാൾ വെച്ച് നീട്ടുന്ന കൈക്കൂലി നിരസിച്ചിട്ട് പറയുക, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ കൈക്കൂലി വാങ്ങുകയില്ല. കൈക്കൂലി നാട്ടാചാരമായ കാലഘട്ടത്തിൽ കൈക്കൂലി വാങ്ങാത്ത ഈ ഉദ്യോഗസ്ഥനെ വാർത്തെടുത്ത മതതത്വ സംഹിത എന്ത് എന്ന് മറ്റുള്ളവർ ചിന്തിക്കില്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇന്നലെ വന്നപ്പോൾ ഇമിഗ്രേഷൻ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു, കടന്നു വന്നു. ചില ഗൾഫ് രാജ്യങ്ങളിൽ, ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല.
ഏത് രാജ്യത്തിൻ്റെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എമിഗ്രേഷൻ കൗണ്ടറിൽ സ്ത്രീകൾ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുമ്പോഴൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാണ്. വാസ്തവത്തിൽ അവിടെ ഇരിക്കുന്നവർ ഒരു തൊഴിൽ തേടി വരുന്ന ആളുകളാണ്, ഭാര്യയും സന്താനങ്ങളെയും വിട്ടു വരുന്നവരാണ്. അവരുടെ മനസ്സിൽ ഒരുപാട് നൊമ്പരങ്ങളുണ്ട്. ഒരു സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഏറ്റവും ശക്തമായ പ്രചരണായുധമായിരിക്കും, ഇല്ലേ? വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായത്തിലെ 15-ഉം 16-ഉം വചനത്തിൽ പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദു ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. അള്ളാഹുവിലും പ്രവാചകനും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊക്കെ സംശയമാണ്, സംശയിക്കാതിരിക്കാം. ജീവനും സമ്പത്തും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നവരാരോ അവരാണ് സത്യസന്ധർ. സ്വയം ചോദിക്കുക, ഞാനും നിങ്ങളും എൻ്റെ ജീവനും എൻ്റെ സമ്പത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കാൻ തയ്യാറാണോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഞാനും നിങ്ങളും ഒന്നും വിശ്വാസികളല്ല. അള്ളാഹുവെങ്കിൽ എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അറിയണമോ? നിസ്സാരമായിട്ടറിയാം. സ്വയം ചോദിക്കുക, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഞാൻ അള്ളാഹുവിന് എത്ര മാർക്ക് നൽകിയിട്ടുണ്ട് എന്ന്. ഇപ്പം ഞാൻ പറയാം, എൻ്റെ എറണാകുളത്ത് ഇസ്ലാമിക വേഷം ധരിക്കുന്ന ആളുകളാണ് നിറച്ച്. ഒന്ന് അനുമാനിക്കുകയാണ്, സങ്കല്പിക്കുക. അവരെല്ലാം ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നു എന്ന് കൂടി കരുതുക. ബസ്സിലിരിക്കുന്ന ഇതര മതവിശ്വാസികൾ നോക്കുമ്പോൾ താടി വെച്ച മുസ്ലിം, ഒരു വൃദ്ധനായ മനുഷ്യൻ വരുമ്പോൾ എഴുന്നേറ്റ് ഇരിപ്പിടം നൽകുന്നു. ഒരു വൃദ്ധ വരുമ്പോൾ ശിരോവസ്ത്രം അണിഞ്ഞൊരു മുസ്ലിം വനിത എഴുന്നേറ്റ് ഇരിപ്പിടം നൽകുന്നു. അന്ധനായ ഒരു മനുഷ്യനെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്നു. വളരെ വിനയത്തോടു കൂടി പെരുമാറുന്നു. അതാണ് ഖുർആൻ പറയുന്നത്. സൽക്കർമ്മങ്ങളിലൂടെ ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുക, അങ്ങനെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, ഇല്ലേ? അതാണ് വേഷം. മറിച്ച് പർദ്ദ ധരിച്ച സ്ത്രീയെ കൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു. ഈ വേഷം ധരിച്ചു കഴിഞ്ഞാൽ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എൻ്റെ ഒരു ചീത്തയായ ഒരു പ്രവൃത്തി അത് എന്നിൽ മാത്രമല്ല ഒതുങ്ങുന്നത്, മറിച്ച് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ വിശ്വാസത്തെയും ബാധിക്കുമെന്ന് തിരിച്ചറിയണം. അള്ളാഹുവിനെയും ഖുർആനെയും പ്രവാചകനെയും സംബന്ധിച്ച് ഒരഭിപ്രായമുണ്ടാവുക എന്നതും വിശ്വാസമുണ്ടാവുക എന്നതും തമ്മിൽ വമ്പിച്ചന്തരമുണ്ട്. ഒരഭിപ്രായമുണ്ടായാൽ അത് നമ്മുടെ വിജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് ഒരു മുതൽക്കൂട്ടാണ്. എന്നാൽ വിശ്വാസമാകുമ്പോൾ അതിൻ്റെ സ്ഥാനം നമ്മുടെ ഹൃദയത്തിലും മജ്ജയിലും രക്തത്തിലുമാണ്. സംശയമോ സന്ദേഹമോ കലരാത്ത, ചാഞ്ചല്യമോ അസ്ഥിരതയോ സ്പർശിക്കാത്ത ഒരു വിശ്വാസം. നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും സംശയമാണ്. അങ്ങനെയുള്ള വിശ്വാസികളാകുവാൻ എന്നെയും നിങ്ങളെയും കൊണ്ട് കഴിയുമോ? ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയോ വിശ്വാസികളുണ്ട്. സത്യവിശ്വാസം സ്വീകരിക്കുന്നതിന് മുൻപ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം ആരായിത്തീർന്നു? മല്ലയുദ്ധത്തിൽ ആവേശം കൊണ്ട് ഗോത്രമഹിമയിൽ അഭിമാനിച്ച് അന്ധവിശ്വാസങ്ങളിൽ വീണുകിടന്ന സാധാരണക്കാരനായ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഈമാൻ്റെ ചൈതന്യം കടന്നു ചെന്ന ശേഷം അദ്ദേഹം ആരായിത്തീർന്നു? മുസ്ലിങ്ങളോട് മാത്രമല്ല, മുസ്ലിങ്ങളോടും മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടുമുള്ള സ്നേഹത്തിൻ്റെ ഇതിഹാസം രചിച്ചില്ലേ? ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ. മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്തവരോട് അള്ളാഹും കാരുണ്യം കാണിക്കില്ല എന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് രാത്രി ഒരു ദിവസം ഇറങ്ങിയോടി ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ. ഒരു സ്ത്രീ എന്തോ ഭക്ഷണം പാകം ചെയ്യുന്ന ചുറ്റുപാടും നിങ്ങൾ ഒരുപാട് തവണ കേട്ട് കാണും. കുട്ടികളിരുന്ന് കരയുന്നു. ഓടിച്ചെന്ന് ചോദിച്ചു, എന്തിനാണ് ഈ കുട്ടികൾ കരയുന്നത്? കണ്ണുനീരോടുകൂടി സ്ത്രീ പറഞ്ഞു, പട്ടിണി മൂലമാണ്. പല ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ അതുകൊണ്ടൊരു ഭക്ഷണം ഉണ്ടാക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ് കുട്ടികളെ ആശ്വസിപ്പിക്കാൻ. പല ദിവസങ്ങളായി അഭിനയം തുടരുന്നത് കൊണ്ട് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് കരച്ചിൽ നിർത്തുന്നില്ല. ആ മഹാനായ ഭരണാധികാരി ഓടുകയായിരുന്നു ഗോതമ്പും വെണ്ണയും സൂക്ഷിച്ചിരുന്ന ഗോഡൗണിലേക്ക്. എന്നിട്ട് ഭൃത്യനായ അസ്ലമിനോട് പറഞ്ഞു, ഒരു ചാക്ക് ഗോതമ്പിൻ്റെ മുതുകത്ത് വെച്ച് തരിക. അസ്ലം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഭരണാധികാരിയല്ലേ, ഞാൻ ചുമന്നുകൊള്ളാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എൻ്റെ ഭാരം ചുമക്കുവാൻ താങ്കൾ ഉണ്ടാകുമോ? സ്വയം അത് ചുമന്ന് ആ സ്ത്രീയുടെ അടുത്ത് എത്തിക്കുകയും സ്വയം പാകം ചെയ്ത് അവർക്ക് ഭക്ഷണം കൊടുത്തു. ആ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതുവരെ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കാത്തിരുന്നു. തിരിച്ചു പോരുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, ഉമറിനേക്കാൾ ഭരണാധികാരിയാകുവാൻ താങ്കളാണ് യോഗ്യൻ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഞാനാണ് ഭരണാധികാരിയെന്ന്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമുണ്ട്, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എൻ്റെ ഭാരം ചുമക്കുവാൻ താങ്കൾ ഉണ്ടാകുമോ എന്ന്. നമസ്കാരത്തിൻ്റെ ഇടയിൽ യഹൂദൻ്റെ കുത്തേറ്റ് ഓർമ്മ നഷ്ടപ്പെട്ട മഹാനായ വിശ്വാസി ഓർമ്മ തിരിച്ചു ലഭിച്ചപ്പോൾ ആദ്യമായി ചോദിച്ചത്, ഞാൻ മരിച്ചു പോകുമോ എന്നല്ലായിരുന്നു? ഞാൻ മരിച്ചാൽ എൻ്റെ മകനെ ഭരണാധികാരിയാക്കണമെന്നല്ലായിരുന്നു? ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും ആരുണ്ട് എന്നല്ലായിരുന്നു? മറിച്ച് മഹാനായ വിശ്വാസി ചോദിച്ചത്,
ഓർമ്മ തിരിച്ചു ലഭിച്ച ഉടനെ തന്നെ നമസ്കാരത്തിൻ്റെ ഇടയിൽ വെച്ചാണല്ലോ എനിക്ക് കുത്തേറ്റത്, അപ്പോൾ മുടങ്ങിയ നമസ്കാരം നിങ്ങൾ പൂർത്തിയാക്കിയോ എന്നായിരുന്നു. മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, എൻ്റെ കഫൻ പുടവയിൽ പോലും നീ മിതത്വം പാലിക്കുക, എൻ്റെ മയ്യത്തുമായി നടക്കുമ്പോൾ നിങ്ങൾ വേഗതയിൽ നടക്കുക. അള്ളാഹു പരലോകത്ത് എനിക്ക് നന്മയാണ് വിധിച്ചിട്ടുള്ളത് എങ്കിൽ അതെനിക്ക് വേഗം ലഭിക്കട്ടെ, ശിക്ഷയാണ് എങ്കിൽ നിങ്ങൾ ചുമക്കുന്ന തിന്മയുടെ ഭാരം വേഗം ഇറക്കി വെക്കാമല്ലോ. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കുക. ആ വിശ്വാസത്തിൻ്റെ അടുത്തെങ്കിലും എനിക്കും നിങ്ങൾക്കും എത്തേണ്ടതല്ലേ? പലപ്പോഴും നമ്മുടെ മനസ്സുകളിൽ സംശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഈ ഒരു പരിവർത്തനം അവർക്കെല്ലാവർക്കും ഉണ്ടായതെന്ന്. എന്നാൽ അത്തരത്തിലുള്ള വിശ്വാസികൾ എക്കാലത്തുമുണ്ട്. ഈ കാലഘട്ടത്തിലും ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവും ക്രൈസ്തവ പ്രചാരകയും സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് അംഗവുമായ ജാനിസ് സഫിൻ്റെ ത്യാഗത്തിൻ്റെയും ധീരതയുടെയും ആത്മാർപ്പണത്തിൻ്റെയും വിജയത്തിൻ്റെയും ചരിത്രം നിങ്ങൾക്ക് എത്ര ആളുകൾക്കറിയാം? വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ തന്നെ അസാമാന്യമായ കഴിവുകളും മിടുക്കുകളും കൊണ്ട് ഒട്ടേറെ സമ്മാനങ്ങളും സ്കോളർഷിപ്പുകളും ലഭിച്ച ജാനിസ് സഫ് ജനിച്ചതും വളർന്നതും ജീവിച്ചതും അമേരിക്കയിലായിരുന്നു. വിവാഹശേഷം 2 കുഞ്ഞുങ്ങളുടെ മാതാവായിരിക്കെ തുടർ പഠനത്തിന് സ്കോളർഷിപ്പ് ലഭിച്ചതുകൊണ്ട് അവർ കോളേജിൽ ചേർന്നത് ജീവിതത്തിൽ വമ്പിച്ചൊരു വഴിത്തിരിവായി. സഹപാഠികളായ അറബി വിദ്യാർത്ഥികൾ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി എത്ര ശ്രമിച്ചിട്ടും വിജയിക്കുന്നില്ല എന്ന് കണ്ട് ഇനി ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് മുഹമ്മദ് ഒരു വ്യാജ പ്രവാചകനാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ അവർ തീരുമാനിക്കുകയും ഖുർആൻ പഠനം തുടങ്ങി. എന്നാൽ ഖുർആൻ പഠനം നടക്കുമ്പോൾ തന്നെ അറിയാതെ തന്നെ അവരുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങളുണ്ടായി. നഗ്നത പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് അവർ നിർത്തി. മദ്യപാനവും ബാറിൽ പോകുന്നതും നൈറ്റ് ക്ലബിൽ പോകുന്നതും അവർ അവസാനിപ്പിച്ചു. 1.5 വർഷത്തെ പഠനത്തിന് ശേഷം 1977 മെയ് 21 അവർ മുസ്ലിം ആവുകയും അമീന സെല്ലിമിനി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. തൻ്റെ സഹോദരിയുടെ ഇസ്ലാം ആശ്ലേഷം ഉൾക്കൊള്ളുവാൻ കഴിയാതെ സഹോദരിയെയും ഭർത്താവിനെയും അത് കാരണക്കാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വധിക്കണമെന്ന പ്രതിജ്ഞയോടുകൂടി വാളുമെടുത്ത് അലറിയോടിയ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണമായിരുന്നു ജാനിസ് സഫിൻ്റെ പിതാവിൽ നിന്നും ഉണ്ടായത്. സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് അംഗവും ക്രൈസ്തവ പ്രചാരകയുമായിരുന്ന മകൾ ഇസ്ലാം സ്വീകരിച്ചത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഡബിൾ ബാരൽ ഷോട്ട് ഗണ്ണും എടുത്തുകൊണ്ട് മകളെ വെടിവെച്ചു കൊല്ലുവാൻ അദ്ദേഹം വന്നു. കൂടെയുള്ളവർ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ജാനിസ് സഫ് അന്ന് മരിക്കുമായിരുന്നു. സഹോദരിയാകട്ടെ മാനസിക വിഭ്രാന്തി മൂലമാണ് ജാനിസ് സഫ് ഇസ്ലാം സ്വീകരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മാനസിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുവാൻ ശ്രമിച്ചു. ഭർത്താവാകട്ടെ ഉപേക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, 2 കുഞ്ഞുങ്ങളെയും വിട്ടുകിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചു. നിങ്ങളൊന്ന് ചിന്തിക്കുക, 10 മാസത്തോളം ഭാരം താങ്ങി നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തി ലാളിച്ച് വളർത്തിയ പൊന്നുമക്കളെ നെഞ്ചിൽ നിന്നും പറിച്ചെടുക്കാൻ ഏത് മാതാവാണ് തയ്യാറാവുക? എന്നാൽ തൻ്റെ ആഗ്രഹങ്ങളെക്കാളും അഭിലാഷങ്ങളെക്കാളും സ്വപ്നങ്ങളെക്കാളും സങ്കല്പങ്ങളെക്കാളും ബന്ധങ്ങളെക്കാളും ഉപരി അള്ളാഹുവിനെ സ്നേഹിച്ചതുകൊണ്ട് ജാനിസ് സഫ് കുഞ്ഞുങ്ങളെ ഭർത്താവിന് നൽകി വീട് വിട്ടിറങ്ങി. ശിരോവസ്ത്രം അണിഞ്ഞതുകൊണ്ട് ജോലിയും പോയി. അങ്ങനെ മാതാപിതാക്കളാലും ബന്ധുക്കളാലും സുഹൃത്തുക്കളാലും ഭർത്താവിനാലും ഉപേക്ഷിക്കപ്പെട്ട് ജോലിയും നഷ്ടപ്പെട്ട ജാനിസ് സഫ് സർവസ്വവും അള്ളാഹുവിന് അർപ്പിച്ചുകൊണ്ട് ജീവിതം തുടർന്നു. എന്നാൽ അവർ യഥാർത്ഥ മുസ്ലിമായിരുന്നു. അവരുടെ സ്വഭാവം അടിമുടി പരിവർത്തനത്തിന് വിധേയമായിരുന്നു. അത് അടുത്തുള്ളവരും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് 100 വയസ്സുള്ളവരുടെ അമ്മൂമ്മയായിരുന്നു. 2 വർഷങ്ങൾ കഴിഞ്ഞില്ല, വധിക്കാൻ വന്ന പിതാവ് ഒരു ദിവസം വന്നിട്ട് പറയുന്നു, എനിക്ക് മുസ്ലിമാകണം. ഒരു വ്യവസ്ഥ, ഭാര്യയോട് പറയരുത്. 5-6 മാസങ്ങൾ കഴിഞ്ഞ് ഭാര്യ വന്നിട്ട് പറയുന്നു, ഭർത്താവിനോട് പറയരുത്, എനിക്ക് മുസ്ലിമാകണം. എന്നിട്ട് ചോദിച്ചു, മുസ്ലിമാകാൻ ഞാൻ എന്ത് ചെയ്യണം? അമീന സെല്ലിമിനെ പറഞ്ഞു, അള്ളാഹുവിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അംഗീകരിക്കണം. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെല്ലാവർക്കും അറിയാലോ, മുസ്ലിമാകാൻ ഞാൻ എന്ത് ചെയ്യണം? കലിമ ചൊല്ലിക്കൊടുത്തു. മുസ്ലിമായി അവരും വന്നു. ഏതൊരു വിശ്വാസത്തിന് വേണ്ടിയാണോ തന്നെ മാനസിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുവാൻ ശ്രമിച്ച ആ സഹോദരിയുണ്ടല്ലോ, സഹോദരിയാണ് പിന്നീട് ഇസ്ലാം സ്വീകരിക്കാൻ വരുന്നത്. 22 വയസ്സായ മകൻ ഒരു ദിവസം വന്നിട്ട് പറയുന്നു, ഉമ്മ എനിക്ക് മുസ്ലിമാകണം.
അദ്ദേഹവും മുസ്ലിമായി. അമീന സലിമിനെ വിവാഹം കഴിച്ചിരുന്നു. കുഞ്ഞുണ്ടാകില്ല എന്ന് ഡോക്ടർമാർ വിധിച്ചെങ്കിലും അവർക്കൊരു കുഞ്ഞുമുണ്ടായി. ഇത് കഴിഞ്ഞ് മുൻ ഭർത്താവ് മുൻ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, എനിക്ക് മുസ്ലിമാകണം. മാപ്പ് ചോദിച്ചു, കലിമ ചൊല്ലി മുസ്ലിമായി. എന്നിട്ട് പറഞ്ഞു, എന്നോടൊപ്പമുള്ള മകൾ മുസ്ലിമാകണം എന്നതാണ് എൻ്റെ ആഗ്രഹമെന്ന്. അങ്ങനെ ഒട്ടനവധി അടുത്ത ബന്ധുക്കളിൽ മിക്കവരും സുഹൃത്തുക്കളും അപരിചിതരും അവരിലൂടെ സത്യവിശ്വാസം സ്വീകരിച്ചു. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ജാനിസ് സഫിനെ തേടി മാതാപിതാക്കളെത്തി. കൂടപ്പിറപ്പുകളാൽ ഉപേക്ഷിക്കപ്പെട്ട അവരെ തേടി കൂടപ്പിറപ്പുകളെത്തി. നെഞ്ചിൽ നിന്നും പറിച്ചു മാറ്റിയ സന്താനത്തെ അള്ളാഹു തിരിച്ചു നൽകി. ഉപേക്ഷിക്കപ്പെട്ട ഭർത്താവിനെ കൊണ്ട് മാപ്പ് ചോദിപ്പിച്ചു. ഹിജാബ് ധരിച്ചത് കൊണ്ട് ജോലി നഷ്ടപ്പെട്ട ജാനിസ് സഫാണ് പിന്നീട് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം വിമൻ എന്ന സംഘടനയുടെ പ്രസിഡൻ്റാവുകയും ആഗോള അടിസ്ഥാനത്തിൽ പ്രഭാഷണങ്ങൾ നടത്തിയത്. അമേരിക്കൻ തപാൽ വകുപ്പിനെ കൊണ്ട് ഈദ് സ്റ്റാമ്പ് ഇറക്കിച്ചതും അവർ തന്നെയാണ്. അർബുദ രോഗം ബാധിച്ചെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും വീണ്ടും പ്രബോധന രംഗത്തിറങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അള്ളാഹുവെ എന്നെ നമസ്കാരത്തിൻ്റെ ഇടയിൽ മരിപ്പിക്കണമേ, രക്തസാക്ഷിയായി മരിപ്പിക്കണമേ എന്ന്. കാരണം ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇരിക്കുമ്പോൾ മരിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ജാനിസ് സഫ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രാർത്ഥന അള്ളാഹു കേട്ടു. അങ്ങനെയാണ് യഹൂദൻ്റെ കുത്തേറ്റ് നമസ്കാരത്തിൻ്റെ ഇടയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. 2010 മാർച്ച് 5 ഒരു ഇസ്ലാമിക പ്രഭാഷണം നടത്തി തിരിച്ചു വരുമ്പോൾ ന്യൂയോർക്കിൽ ഒരു കാർ അപകടത്തിൽ അവർ മരിച്ചു. അവർ എപ്പോഴും പറയുന്ന ചില വാക്കുകളുണ്ട്. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ എം എ മുസ്ലിം. ഇസ്ലാം ഇസ് മൈ ലൈഫ്. ഇസ്ലാം ഇസ് ദ ബീറ്റ് ഓഫ് മൈ ഹാർട്ട്. Islam is the blood that courses through my veins. Islam is my strength. Without Islam, I am nothing. Should Allah ever turn His magnificent face from me, I cease to exist. ഞാനൊരു മുസ്ലിമായതിൽ അതീവ സന്തുഷ്ടയാണ്. ഇസ്ലാമാണ് എൻ്റെ ഹൃദയമിടിപ്പ്. ഇസ്ലാമാണ് എൻ്റെ രക്തധമനിയിലൂടെ ഒഴുകുന്ന രക്തം. ഇസ്ലാമാണ് എൻ്റെ ശക്തി. ഇസ്ലാമിൻ്റെ അഭാവത്തിൽ ഞാൻ ഒന്നുമല്ല. എന്നെങ്കിലും അള്ളാഹു അവൻ്റെ പ്രൗഢോജ്വലമായ മുഖം എന്നിൽ നിന്നും തിരിക്കുന്നുവോ അന്ന് ഞാൻ ഒന്നുമല്ലാതെയാകും. അവരൊരു പ്രഭാഷണത്തിൽ പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. There's nothing in the world as important to me as Islam. And there is nothing in the world that I am not willing to give up for the sake of Allah, for Islam, and for the Muslims. That's a fact. It's an unquestionable fact. Because Islam is everything to me, because I know the power of Islam. I know the power of Allah. I understand Allah's love. I understand His wisdom. I understand His mercy. I understand His justice. And I know there is nothing that is better. And I wish to share this with everyone. And the first thing I had to learn was how to present Islam and how to live Islam. You know, for those of you who know, I embraced Islam about 24 years ago. To the consternation of most of my family. And actually the reaction of my family was so severe that one member of my family actually tried to kill me. Another member actually arranged to have me committed to a mental institute because they couldn't believe that I would, go into Islam. And yet, by applying Islam to my life, by living Islam, most of my family is now Muslim. അതാണ് പ്രധാനപ്പെട്ടത്. By applying my life to Islam, ഇസ്ലാം ജീവിച്ച് കാണിച്ചു കൊടുത്തു. ജീവിതത്തിലൂടെ ജീവിക്കുന്ന ഖുർആനായി തീർന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ കാര്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മലയാളികളുടെ ആയുസ് എത്രയെന്നറിയാമോ? എത്രയാണ് മലയാളികളുടെ ആയുസ്? 70 വയസ്സ്. ഈ സദസ്സിൽ 45 വയസ്സിൻ്റെ മുകളിലുള്ള ആരോടും ഞാൻ കൈപൊക്കാൻ പറയുന്നില്ല.
എന്നാൽ നിങ്ങളുടെ ആയുസ് എത്ര? ശരാശരി കണക്ക് വെച്ചിട്ട് 25 വർഷം. 55 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ആയുസ് എത്ര? 15 വർഷം. 65-ൻ്റെ മുകളിലുള്ള ആളുകളുടെ ആയുസ് എത്ര? 5 വർഷം. 70 വയസ്സിൻ്റെ മുകളിലുള്ള ഓരോ വ്യക്തിയുടെയും ആയുസ് ബോണസാണ്, ഇല്ലേ? എന്നാണ് നിങ്ങൾ അവസാനമായി മയ്യത്ത് കണ്ടത്? ഇന്നലെ, ഒരാഴ്ചക്ക് മുൻപ്, ഒരു മാസത്തിന് മുൻപ്? ആ മയ്യത്തൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണുകൾ അടഞ്ഞിരുന്ന് കാണും, കൈകാലുകൾ നിശ്ചലമാണ്, പുഞ്ചിരി കാണില്ല. മയ്യത്തുകൾ പുഞ്ചിരിക്കുന്നത് അപൂർവമായിട്ടേ കാണുകയുള്ളൂ. മരണം തൊണ്ടയിൽ വരില്ലേ? ഭയങ്കരമാണ്. ആ മരിച്ചു കിടന്ന വ്യക്തിക്ക് എന്നെയും നിങ്ങളെയും പോലെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ടായിരുന്നു. എന്നെയും നിങ്ങളെയും പോലെ ഭാര്യയും സന്താനങ്ങളെയും കൂട്ടി ഷോപ്പിംഗ് മാളുകളിൽ പോയിരുന്നു, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോയിരുന്നു, ഒരിക്കലും മരിക്കാത്തവനെ പോലെ അധ്വാനിച്ചിരുന്നു, സമ്പാദിച്ചിരുന്നു, ഇല്ലേ? മരിച്ചു കിടക്കുകയാണ്. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ മയ്യത്തൊന്ന് ഓർത്ത് നോക്കുക. ഞാൻ എൻ്റെ മയ്യത്തും നിങ്ങൾ നിങ്ങളുടെ മയ്യത്തും ഒന്ന് മനുഷ്യ മനസ്സുകൾക്കുണ്ട് സങ്കല്പിക്കാം. ഇവിടെ ഇരുന്ന് സങ്കല്പിക്കാം. പുതച്ചു മൂടിക്കിടക്കുന്നു, തള്ളവിരലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. അവിടുന്ന് നിങ്ങളെ മസ്ജിദിലേക്ക് കൊണ്ടുപോകുന്നു. പുറകിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ഇരുന്ന് നമസ്കരിക്കുന്നു, ഇല്ലേ? ഖബറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്നു, പലക മുകളിൽ മണ്ണ് വിതറുന്ന ശബ്ദം. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഹൈന്ദവ കുടുംബത്തിൽ 40 വയസ്സുള്ള അമ്മ, മകൻ ആ സോഫയുടെ തൊട്ടടുത്തിരിക്കുന്നു. മകൻ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുന്നു. ഭൃത്യനോട് അമ്മ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവരാൻ. എന്നിട്ട് മകൻ്റെ വിവാഹത്തിൻ്റെ ജാതകം നോക്കുകയാണ്. വെള്ളം എടുത്തു കൊണ്ടുവന്ന് നോക്കിയപ്പോൾ മരിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഇട്ട ബട്ടൺ ഞാൻ ഊരുമോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് നാം എന്താ ചെയ്യുന്നത്? ഒരിക്കലും മരിക്കാത്തവരെ പോലെ നാം സമ്പാദിക്കുകയാണ്. ഈ സമ്പാദിക്കാൻ വേണ്ടി ഒരുപാട് നമസ്കാരങ്ങൾ ഞാനും നിങ്ങളും വേണ്ട എന്ന് വെച്ച് കാണും. ഒരുപാട് പ്രശ്നങ്ങളിൽ നാം വേണ്ടാത്ത കാര്യങ്ങളിലൂടെ സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഒടുവിൽ ഇന്ന് മരണപ്പെട്ടാൽ എൻ്റെ സമ്പത്ത് ആരുടേതായി? മറ്റുള്ളവരുടേതായി. അതിനുവേണ്ടി നമസ്കാരം മുടക്കിയിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെൻ്റെയും. ബിൽഗേറ്റ്സാണ് ഏറ്റവും ധനികനായ വ്യക്തികളിൽ ഒരാൾ. നമ്മുടെ നാട്ടിൽ 50 ലക്ഷം രൂപ സമ്പാദ്യമുള്ള ഒരാൾ, 50 ലക്ഷം രൂപ സമ്പാദ്യമുള്ളയാൾ 2000 വർഷം ജീവിച്ചാലും ബിൽഗേറ്റ്സിൻ്റെ സമ്പാദ്യത്തിൻ്റെ അടുത്തെത്തില്ല. എന്നാൽ ബിൽഗേറ്റ്സ് ഇന്ന് മരിച്ചാൽ ആ നിമിഷം ആ സമ്പാദ്യം മറ്റുള്ളവരുടേതായി. ഞാനവിടെ ഇന്ത്യൻ കറൻസി കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോലും ഒരു കുപ്പി വെള്ളം കിട്ടില്ല, ഇല്ലേ? ഇവിടെ ദിനാറുണ്ട്, അമേരിക്കയിലെ ഡോളറുണ്ട്, UK പൗണ്ടുണ്ട്, ജപ്പാനിൽ യെന്നുണ്ട്. ഓരോ രൂപക്കും അതിൻ്റെ മൂല്യമുണ്ട്. ഒരു മരുഭൂമിയിൽ 2000 കോടി ഡോളറുമായിട്ട് കിടന്നിട്ട് ചുണ്ട് നനക്കാൻ വെള്ളം കിട്ടിയിട്ടില്ലാതെ മരിച്ചു പോയാൽ 2000 കോടി ഡോളറിന് എന്തെങ്കിലും മൂല്യമുണ്ടോ? നിങ്ങളുടെ പോക്കറ്റിൽ 5 ദിനാറുണ്ട്, അതുകൊണ്ട് ഭക്ഷണം വാങ്ങുന്നു. കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ മരണപ്പെട്ടു പോയാൽ 5 ദിനാറ് നിങ്ങളുടേതല്ല. മറിച്ച് ഇവിടെ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഒരാൾ, പാവപ്പെട്ട ഒരാൾ മരുന്നിന് പൈസ നീട്ടുന്നു, നിങ്ങൾ 5 ദിനാർ എടുത്ത് കൊടുത്തു. ആ നിമിഷത്തിൽ 5 ദിനാർ നിങ്ങളുടെ മാത്രം, ആർക്കും പറിച്ചെടുക്കാൻ കഴിയില്ല. അതാ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. കൊച്ചുകുട്ടികൾ വന്നിട്ട് പറയും, എൻ്റെ മോനൊക്കെ വാപ്പ എനിക്കിത് വേണം, വാപ്പ അത് വേണം, വാപ്പ ഇത് വേണം. നമുക്ക് അള്ളാഹുവിനോട് പിടിച്ചു ചോദിക്കാൻ പറ്റും, അല്ല എനിക്കിത് വേണം, അല്ല എനിക്ക് അത് വേണം, അല്ല എനിക്ക് ഇത് വേണം. കൊച്ചു കുട്ടികൾ വാപ്പാനോടും ഉമ്മാനോടും പറയണത് പോലെ പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? സാധിച്ചിരുന്ന എന്തൊരു മനോഹരമായിരുന്നു, ഇല്ലേ? അങ്ങനെ സാധിക്കട്ടെ. കുറേ അറിവ് സമ്പാദിച്ചതുകൊണ്ട് എനിക്കൊരു ഗുണമില്ല, നിങ്ങൾക്കൊരു ഗുണമില്ല. ഞാൻ ആദ്യമായിട്ട് പ്രഭാഷണമെല്ലാം ആരംഭിക്കുന്ന സമയത്ത് സംവാദങ്ങളിൽ ആരെ പരാജയപ്പെടുത്താമെന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ കാഴ്ചപ്പാട്. എൻ്റെ വിചാരം പ്രഭാഷണം മറ്റുള്ളവരോടാണ്, എന്നോടാണെന്നില്ല. ഒരു കാലഘട്ടം എടുത്തത് എന്നോടാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഓരോ പ്രഭാഷണം എപ്പോഴും എന്നോടായിട്ടാണ്. മാറ്റം എത്ര വരുമെന്ന് അറിയില്ല, അൽഹംദുലില്ലാ ശ്രമിക്കാം. അതുകൊണ്ട് ആരും ഇതിന് അതീതമല്ല. ഞാനും നിങ്ങളുമെല്ലാം ഇതിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായിട്ട് ജീവിക്കാനും മരിക്കാനും ശ്രമിക്കുക. ഇതുപോലെയുള്ള
ഈ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഒരു പ്രഭാഷകൻ്റെ ഒരു പ്രാധാന്യമുണ്ട് എന്ന് അംഗീകരിക്കുന്ന ആളല്ല ഞാനിവിടെ വന്നാൽ എത്ര ആൾ വരുമെന്ന് എനിക്കറിയാം. ഇവിടെ ഇതുപോലെ ആളുകളൊക്കെ വരുന്നത് ഒരു പ്രഭാഷകനെ കണ്ടിട്ടോ മറ്റൊരു പ്രഭാഷകനെ കണ്ടിട്ടൊന്നുമല്ല. ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ ഒരുപാട് ബുദ്ധിമുട്ടുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടാണ്. പലപ്പോഴും ഒരു പ്രഭാഷണം കേട്ടാൽ പ്രഭാഷകന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് അറിയപ്പെടാത്ത ഒരുപാട് പ്രവർത്തകരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുന്നു. അള്ളാഹു യഥാർത്ഥ വിശ്വാസികളായി തീരുവാൻ എന്നെയും നിങ്ങളെയും രക്ഷിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹു മഹീന അലൽ കിതാബി വസുന്ന വമിത്ന മൽ ഈമാനി വത്തൗബ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.